ഇന്നത്തെ തലമുറകൾ കൂടുതൽ പേരും എന്താണ് ഇപ്പം പണക്കാരെന്നോ ഇല്ലാത്തതെന്നോ ഒരു വ്യത്യാസമില്ലാതെ എന്താ ഇഷ്ടം ഉള്ള ആളിനൊപ്പം താമസിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകും. ചിലത് വീട്ടുകാർ സമ്മതിക്കുന്നു, ചിലത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, ചിലത് വീട്ടുകാർ അറിയുന്നത് പോലുമില്ല. മകൾ മറ്റൊരാളുടെ കൂടെ പോയി എന്നറിയുമ്പോഴായിരിക്കും ഇവർക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നോ, ഞങ്ങളോടൊന്ന് പറയുന്നെങ്കിൽ തിരക്കിയിട്ട് ഞങ്ങളത് നടത്തി കൊടുക്കുമായിരുന്നില്ല, ഇങ്ങനെയൊക്കെ വീട്ടുകാർ ചിന്തിക്കും. അപ്പോൾ ഒരു കുട്ടി, എനിക്കറിയാവുന്നൊരു കുട്ടി, അപ്പം അവൾ ഇതുപോലെ തന്നെ വ്യത്യസ്ത ജാതിയാണ് രണ്ടുപേരും. നമ്മൾ ജാതി പറയുകയല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, കാര്യമായിട്ട് പറയണമല്ലോ. അപ്പം അവളുടെ ജാതിയല്ല, മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നു. അങ്ങനെ ഇത് വീട്ടുകാരറിയുന്നു. വീട്ടുകാരറിഞ്ഞതിന് ശേഷം എന്താണ് അവളെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് മാറ്റി മറ്റൊരു വീട്ടിൽ, അങ്ങനെയൊക്കെയാണല്ലോ, ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റുന്നു. കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ മുറിയാൻ വേണ്ടിയിട്ടാണ്. കോണ്ടാക്റ്റൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ആ ബന്ധം ഇല്ലാണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഈ രക്ഷിതാക്കൾ. പക്ഷേ ഈ കോണ്ടാക്റ്റ് ഇല്ലാതാകും എന്ന് ആരെക്കുറിച്ചാണോ വിചാരിക്കുന്നത് അവർ പൂർവാധികം ശക്തിയോടുകൂടി എന്താണ് കാര്യങ്ങൾ ചെയ്യും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കാനായിട്ട് കാണും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചവർ ചെല്ലത്തുമില്ല. കാരണം അവർക്കറിയാം പിന്നീട് അവിടെ നിന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്കിഷ്ടപ്പെട്ട ആളിൻ്റെ ഒപ്പം പോവുക എന്നുള്ളത്. ചിലരെന്ത് ചെയ്യും, ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ അതീവ രഹസ്യമായിട്ടത് വെച്ചേക്കും. ഏറ്റവും അറിയേണ്ട ആൾക്കാരോട് പോലും പറയത്തില്ല. ആ വീട്ടിലുള്ളവർ മാത്രമായിരിക്കും അറിയുന്നത്. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ്. അങ്ങനെ അവർ എവിടെ ഏതോ ഒരു അമ്പലത്തിൽ വെച്ച് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം നാട്ടിൽ വെച്ചിട്ട് ഒരു റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം ആളുകളെയൊക്കെ വിളിച്ചു. പക്ഷേ പിന്നീടാണ് നമുക്ക് ആ അച്ഛനും അമ്മയും, അവൾക്കൊരു അനിയത്തി കൂടിയുണ്ട്. അപ്പം ഭയങ്കരമായിട്ടും സ്നേഹത്തോടു കൂടി വളർത്തിയ അറിയപ്പെടുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വിട്ടു. നല്ലൊരു കോഴ്സൊക്കെയാണ് പഠിച്ചത്. അപ്പം ബാങ്ക് ലോൺ എടുത്ത്, വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചു. പഠിത്തം കഴിഞ്ഞുടനെ തന്നെ ആളിങ്ങി പോരുകയും ചെയ്തു. ജീവിതമൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. നമുക്ക് പുറമേ ഉള്ളതൊക്കെ മാത്രമല്ലേ അറിയുള്ളൂ. ഉള്ളിലെന്താണ് നമുക്കറിയില്ല. ആരുടെയും പുറമേയുള്ള ജീവിതം കണ്ടിട്ട് നമുക്കൊരിക്കലും അവർ സന്തോഷത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. സന്തോഷത്തിലായിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അങ്ങനെ കുട്ടികളൊക്കെ ആയി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുകയാണ്, ആ ചേച്ചി മറ്റൊരാളോട് പറയുകയാണ്. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ പറയുകയാണ്. പിന്നെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, തിരക്കണം. ചിലർക്കൊരു ഫീലിംഗ് എത്രയാണെന്ന് പറഞ്ഞാലും ചിലർക്ക് വലിയ ഫീലിംഗാണ്. അച്ഛനമ്മ ഇത്രയും നാളായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല, 2 കുട്ടികളായിട്ടും വിളിക്കുന്നില്ല. ചിലർക്ക് ആ ഒരു വാശിയിലൊക്കെ നിൽക്കും. അതൊന്നും ഒരിക്കലും ഞാൻ അവരെ തെറ്റു പറയത്തില്ല. കാരണം അവർക്കുണ്ടായ വേദനയും വിഷമവും അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. കാരണം ഒരു ചതിയാണത്, അല്ലേ? എത്ര എന്തെന്ന് പറഞ്ഞാലും അതൊരു ചതിയാണ്. അല്ലെങ്കിൽ പിന്നെ നേരത്തെ തന്നെ പറഞ്ഞേക്കണം, എനിക്കിഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കും, പോകും എന്നുള്ളത്. നിങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, മറ്റുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല, ഇങ്ങനെയൊക്കെ പറയാം. കുറേ ഓപ്ഷനുകളൊക്കെ നമുക്കുണ്ട്. പിന്നെ പ്രണയിക്കുന്നവർക്ക് കണ്ണും മൂക്കും ഒന്നും കാണില്ല എന്നാണല്ലോ പറയുന്നത്. എന്തായാലും ആ കുട്ടി വിവാഹം കഴിച്ച് അവരുടെ ജീവിതമായി. അപ്പം ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ ഇങ്ങനെ മറ്റൊരു ചേച്ചിയോട് പറയണം, വിളിക്കും, 2 കുട്ടികളായി, ഇതുവരെ പിണക്കം മാറിയില്ല, ഇനി എന്ന് പിണക്കം മാറാനാണ്. അപ്പം ഞാനത് കേട്ടപ്പം നമ്മളെല്ലാവരും കൂടെ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, ചേച്ചി അവർക്ക് ഇപ്പം
ഇളയ ആൾ കൂടിയുണ്ട്. ഈ പെൺകുട്ടിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അതിനൊരു അനിയത്തി കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ കൂടുതൽ സഹകരിക്കാനൊക്കെ വരും. അല്ലാതെ എന്തായാലും അവരുടെ മകൾ തന്നെയല്ലേ, മറ്റൊന്നുമല്ല. കാരണം ഇങ്ങനെയൊക്കെ ഒരു പോയ ചേച്ചിയാണെന്നൊക്കെ പറയുമ്പം ചില നാട്ടിൻപുറങ്ങളിൽ അതൊരു സംസാര വിഷയമാവും. ചില ആലോചനയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ തിരക്കുമ്പം ഇങ്ങനെയാണ് എന്നൊക്കെ അറിയുമ്പോൾ ചിലർക്ക് അതിനോട് താല്പര്യം കാണത്തില്ല. നല്ല ആലോചനയായിരിക്കും, പക്ഷേ ചേച്ചി ഇങ്ങനെ പോയതുകൊണ്ട് ചില കുടുംബക്കാർക്കൊന്നും അതൊന്നും താല്പര്യം കാണത്തില്ല. അങ്ങനെയുള്ള വീട്ടുകളിൽ നിന്നൊക്കെ വിവാഹം കഴിക്കാം. അത് മറ്റൊരു ജാതിയിൽപ്പെട്ട ആളെയാണ് വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അതൊക്കെ എന്തോ വലിയ മാനക്കേട് പോലൊക്കെയാണ് ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്. അത് ഓരോ പ്രായത്തിലുള്ള ആളുകളുടെ പ്രശ്നമാണ്. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തോ വിചാരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ന്യായങ്ങൾ കാണുമായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ കുട്ടി ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അമ്മായിയമ്മ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് എപ്പോഴോ ഈ ലോണിൽ കുടിശ്ശിക വന്നിട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരിലേക്ക് ഒരു പേപ്പർ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് എന്നുള്ളത് തിരക്കിയപ്പോഴത്തേക്കും ഇത് ഞാൻ അടച്ച് തീർത്തേക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടി പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞത് എനിക്കറിയില്ല ആര് യഥാർത്ഥത്തിൽ, അത് കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ അത്രയും തന്നിട്ട് ആ ഒരു കടമ തീർത്ത് വിടാം എന്നൊന്നും വിചാരിക്കണ്ട എന്നുള്ള രീതിയിലാണ് ആ ചേച്ചി പറഞ്ഞു വെച്ചത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ കേട്ടപ്പം വല്ലാത്ത ഒരു ഇറിറ്റേഷൻ തോന്നി. എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു വർത്തമാനം? അത് ഈ പെൺകുട്ടി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതാണെങ്കിലും അല്ല ഈ ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യമാണെങ്കിലും അത് വലിയൊരു തെറ്റാണ് അല്ലേ? അച്ഛനെയും അമ്മയും വേണ്ട എന്ന് വെച്ചിട്ടാണ് മറ്റൊരുത്തൻ്റെ കൂടെ പോയത്, ശരിയല്ലേ? അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിനാണ് അച്ഛൻ്റെ അമ്മയുടെ മുതലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഒന്നുകിൽ അച്ഛനും അമ്മയും വേണമായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ വേണമായിരുന്നു. ഇയാളെ മതിയെന്ന് പറഞ്ഞ് പോകും. അപ്പം ഇത് കേട്ട ചേച്ചി പറഞ്ഞാൽ എന്തുവായാലും ഉള്ളതെല്ലാം രണ്ട് മക്കൾ കൂടെ തന്നെ അവകാശമുള്ളതാണെന്ന് പറഞ്ഞാൽ ആ ചേച്ചി അങ്ങ് പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കതിന് പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം എന്തിനാണ് നമ്മൾ കൂടുതൽ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നത്, ശരിയല്ലേ? പക്ഷേ ഇനി എപ്പോഴെങ്കിലും ഈ വക കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ട് വരുവാണ്, അപ്പം ഞാൻ പറയും ചേച്ചി അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അവരൊരു അമ്മയാണ്, അവർക്ക് 2 ആൺമക്കളാണ്. പക്ഷെ നേരെ മറിച്ച് അവർക്ക് 2 പെൺകുട്ടികളാണ്. അതിലൊരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ചേച്ചി ഇങ്ങനെ പ്രതികരിക്കത്തില്ല. ചിലരുണ്ടല്ലോ, അതായത് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മകള് ഇങ്ങനെ ഇഷ്ടപ്രകാരം പോയി കഴിഞ്ഞാൽ എൻ്റെ മരണം വരെ ഈ വീട്ടിൽ കയറരുത്, ഞാൻ ചത്താൽ പോലും വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നിൽക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്, ചില അമ്മമാരും ഉണ്ട്. ഭയങ്കര ഇതാണ്. കാരണം അവരത്രയധികം അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് ആ തെളിവ്. വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വിശ്വാസവും സ്നേഹവുമാണ് നഷ്ടപ്പെട്ടത്. ചിലർക്കത് താങ്ങാൻ പറ്റില്ല, അത്ര വെറുത്തു പോകും. ചിലരെന്ത് ചെയ്യും, ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിയുമ്പോൾ കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ മാറും. പക്ഷേ ഇവർക്കങ്ങനെ ഒരു ഫീലിംഗ്, ഞാൻ പറഞ്ഞ കുട്ടികളൊന്നും ആട്ടെ, അവർക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഞാനൊരിക്കലും തെറ്റു പറയില്ല അച്ഛനും അമ്മയും. അവർക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പറയായിരുന്നു അച്ഛന് വലിയ കുഴപ്പമില്ല, അമ്മയ്ക്കാണ് ഭയങ്കര പ്രശ്നം. ഒന്നും പറയാൻ പോയില്ല. കാരണം അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യമുണ്ട്. ഒരു മക്കളെ വളർത്തുക എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന അമ്മമാരാണ്. അതും ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ എത്ര ശ്രദ്ധയോടുകൂടിയായിരിക്കും അമ്മ വളർത്തിയത്. നാളെ എൻ്റെ മകളും എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പാടായിരിക്കും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എനിക്കിഷ്ടമുള്ളവരുടെ വിവാഹം കഴിക്കാം. എനിക്കറിയുന്നു ആദ്യമേ വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നത് മുഴുവൻ നേടുക. അതിനുശേഷം നീ നിൻ്റെ ഭാവി പ്ലാൻ എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ട് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നേണ്ട കാര്യമില്ല. ഒന്നുമല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്.
അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ ജീവിക്കുന്നു, വിവാഹശേഷം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, നല്ല രീതിയിൽ സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് സമാധാനത്തോടെ ജീവിക്കണേ, അതാണ് വലുത്. അല്ലാതെ കുറേ പണത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെ ഒന്നുമല്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ മനസ്സിലപ്പോൾ ഉള്ള ഒരു കാൽക്കുലേഷൻ, ആ സ്ത്രീയുടെ മനസ്സിലപ്പം ആണ്, അതായത് ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മയുടെ മനസ്സിലപ്പോൾ നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അമ്മായിയമ്മയുടെ മാത്രമല്ല, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ലക്ഷങ്ങൾ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് തരും. കാരണം വിവാഹം നടത്തിയില്ലല്ലോ. അപ്പോൾ സ്വർണത്തിൻ്റെ ഇപ്പോൾ ഒരു 10 പവനാണെങ്കിൽ കൂടി ഇന്ന് എത്ര രൂപയുണ്ട് ഇല്ലേ? അപ്പോൾ ആ അത്രയും സ്വർണത്തിനുള്ള എമൗണ്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ട് തരും ഇവർക്ക് വേണ്ടിയിട്ട് എന്നുള്ള വിശ്വാസം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു കാൽക്കുലേഷനിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം അവർക്ക് അച്ഛനെയും അമ്മയും വേണ്ട, അവരുടെ കാശ് മതി. പക്ഷേ ഇന്നത്തെ ഒരു രീതിയിൽ കുറേ നിയമത്തിൻ്റെയൊക്കെ ഇതിൽ വെച്ചിട്ട് വേണ്ട, കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ കോടതിയിൽ പോയാലും കിട്ടാനുള്ള ചാൻസുകളൊന്നുമില്ല. അതിന് കുറേ നിയമങ്ങളുണ്ട്. ആ രീതിയിൽ പോയി പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്കൊക്കെ മനസ്സ് മാറുമായിരിക്കും. പക്ഷേ ആദ്യമേ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും എന്നെ കാണാൻ വരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ, അല്ലേ? ഇത്രയും നാളും പിണങ്ങിയിരുന്ന അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ, അല്ലെങ്കിൽ താൻ വളർന്ന വീട്ടിലേക്കൊന്ന് തിരിച്ച് കയറാൻ, എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം ഞാൻ വളർന്ന വീട്ടിൽ തിരിച്ച് കയറാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടണേ എന്നാണ് നമ്മൾ ആദ്യം കരുതേണ്ടത്. പിന്നീടാണ് സ്വർണവും പണവും ഒക്കെ, അല്ലേ? കാരണം ആദ്യം അച്ഛനും അമ്മയുടെ മനസ്സിലെ ആ ഒരു വേദന മാറ്റണം. അത് കഴിയുമ്പോൾ എല്ലാം നമ്മളെ തേടി വരും. അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും തോന്നട്ടെ. അതെ, വാശിയും വൈരാഗ്യത്തിനും അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഞാനും വിചാരിക്കണം. ഒരുപാട് പേര് ഇങ്ങനെ. ഇപ്പോൾ ഇത് ഒരു പുത്തരിയായ കാര്യമല്ല. പണ്ട് തൊട്ടേ ഇങ്ങനെ ഓരോരുത്തരും ഇഷ്ടാനുസരണം ഓരോരുത്തരോട് ജീവിക്കാനായിട്ട് പോയിട്ടുണ്ട്. ചിലതൊക്കെ അത് വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞില്ല. കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇങ്ങനെ കെവിൻ എന്നോ മറ്റോ ആണോ പേര്, ഞാൻ ഓർക്കുന്നില്ല. നീതുവോ അങ്ങനെ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ. ആ കൊച്ചനെ കൊന്നിട്ട് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി എന്തോന്നറിയത്തില്ല. ആ കുട്ടി ഇപ്പോഴും ആ പയ്യൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോഴത്തെ ആ കാര്യങ്ങളൊന്നും പിന്നീട്, ആദ്യമൊക്കെ എല്ലാവരും ന്യൂസിൽ അതൊക്കെ പറയും. പിന്നീട് അതൊന്നും തിരക്കാണെന്ന് അവർക്ക് മറ്റു പുതിയ വാർത്തകൾ വരുമ്പോൾ അതൊക്കെ അപ്രസക്തമായി മാറും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ കേരളത്തിൻ്റെ വെളിയിലുള്ളതൊന്നും പറയുകയേ വേണ്ട. ഭയങ്കര ജാതി സ്പിരിറ്റാണ്. അപ്പോഴേ കൊല്ലുകയാണ്. എന്തൊക്കെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കൊണ്ട് പെണ്ണിനെയും കൊല്ലും ചെറുക്കനെയും കൊല്ലും. അങ്ങനെയൊക്കെയുള്ളൊരു ഭ്രാന്തമായ ജാതിയുടെ പുറത്ത് കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്, ദുഷ്ടപിശാചുകൾ. അങ്ങനെ ജീവിക്കട്ടെ, ജീവിച്ചാൽ മതി, സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ജാതി, മതം, നിറം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പലയിടത്തും. പോവാം ഇഷ്ടമുള്ളിടത്ത്. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് മക്കളൊക്കെ ഉള്ളപ്പം എല്ലാവരെയും വിവാഹം ചെയ്ത് അയക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ചിലർ ഇഷ്ടപ്പെട്ട ആളിനൊപ്പം ഇറങ്ങിപ്പോകാറുണ്ട്. പക്ഷെ അത് വീട്ടുകാർക്കൊന്നും വലിയ പ്രശ്നമില്ലാതൊക്കെ പിന്നീട് വീട്ടിലേക്ക് സഹകരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ ഈ കുഞ്ഞു കുട്ടികൾ കഴിഞ്ഞ ദിവസത്തെ പോലെ അത്തരത്തിലുള്ള ദൈവമേ ഒരു കാരണവശാലും അങ്ങനെയൊന്നും പോരുത്. കാരണം നാളെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും സിനിമയിൽ കാണുന്നത് പോലെ ആണ് ജീവിതം എന്നുള്ളത്. ഒരിക്കലുമല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിങ്ങനെ കിടക്കുകയാണ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പണം ഉണ്ടെങ്കിലും പല പല കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഉറപ്പല്ലേ? നമുക്ക് സഹായിക്കാൻ ആളുണ്ടെങ്കിലും അത്യാവശ്യം പണമൊക്കെ ഉണ്ടെങ്കിലും ഇതിനപ്പുറത്തേക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമുക്കതിനുള്ളൊരു പാകതയും പക്വതയും എത്തണം. നമുക്കൊരു പ്രായം വരെ പഠിക്കാം.
പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല. പക്ഷേ പ്രാഥമികമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്നവരാണ്. പല ഡിഗ്രികളുണ്ട്, 3 വർഷത്തെ 4 വർഷത്തേക്ക്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ അതുവരെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ്, നമുക്ക് കുറേയധികം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം +2 വരെയൊക്കെ ട്യൂഷന് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ട്യൂഷനൊന്നും പോകത്തില്ല. മിക്കവാറും വിഷയങ്ങൾ തനിയെ തന്നെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നിടത്തൊന്നും മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ 1-2 വിഷയത്തിന് പ്രയാസമുള്ളതിനൊക്കെ മാത്രമേ ട്യൂഷന് പോകുള്ളൂ. പിന്നീട് സ്വയം മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു കഴിവ് കുട്ടികൾ ആർജിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജീവിതത്തിൽ. അങ്ങനെ ആ ഒരു ചിന്താഗതിയൊക്കെ വളർന്നു വന്നു കഴിയുമ്പം ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എങ്ങനെ വിവാഹം കഴിച്ചാലും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചിലരുടെ ഒരു ഭാഗ്യവും കൂടിയാണ് നല്ലൊരു ജീവിതം കിട്ടുക എന്ന് പറയുന്നത്. അപ്പം വീട്ടുകാർ കണ്ടെത്തിയാലും എത്രയോ ജീവിതങ്ങൾ വഴിമുട്ടി പോകുന്നു, എത്രയോ പെൺകുട്ടികൾ ജീവൻ ഇല്ലാണ്ടാകുന്നു അല്ലേ. എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ എടുത്തു ചാടി ഒന്നും അല്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിച്ച് ഇല്ലേ പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ അമ്മയൊക്കെ ആയി കഴിയുമ്പോൾ അത് മാനസികമായിട്ട് ഒരുപാട് തകർക്കും. അത് മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും അത് ഒരുപാട് മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം പെൺകുട്ടികൾക്ക് വിവാഹം പ്രായം വെച്ചിരിക്കുന്നു, ആൺകുട്ടികൾക്കും വിവാഹപ്രായം വെച്ചിരിക്കുന്നു. അപ്പോൾ വെറുതെ ഒരു പ്രായം വെച്ചിരിക്കുന്നതല്ല, എല്ലാത്തിനും ഒരു നിയമപരമായ ഒരു കാര്യം വെച്ചിരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു അല്ലേ. നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സ് വേണം, ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ?